അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത നമ്മുടെ പാഠം തസ്കീറോ തഅനീസ്. ഒരു മുദക്കറിനെ എങ്ങനെ മുഅന്നസാക്കാം, മുഅന്നസിനെ എങ്ങനെ മുദക്കറാക്കാം എന്ന് മനസ്സിലാക്കലാണ്. മുദക്കറിനെ എങ്ങനെ മുഅന്നസാക്കാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുഅന്നസിനെ മുദക്കറാക്കലും സ്വാഭാവികമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ളൊരു സംഗതിയാണ്, വല്ലാതെ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഇത് പലതും കേട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ചില ടിപ്സുകൾ മാത്രമാണ് പാഠഭാഗത്തിൽ പറയുന്നത്. ജിൻസ് ഹക്കീക്കിയായ ഒരു സംഗതിയെ തദ്കീറാക്കൽ എങ്ങനെയാണ്, തഅനീസാക്കൽ എങ്ങനെയാണ്, അഥവാ യഥാർത്ഥത്തിൽ ഒരു ലിംഗഭേദം കൊണ്ട് മുഅന്നസ് മുദക്കറായതാണ് എന്തായത് ജിൻസ് ഹക്കീക്കി എന്ന് പറഞ്ഞാൽ, അഥവാ ആണ് പെണ്ണ് സ്ത്രീ, ലിംഗം വ്യത്യാസം കൊണ്ട് ഇതായതാണ്. അപ്പോൾ ആൺകുരുവി പെൺകുരുവി, ആൺമാന് പെൺമാന്, അങ്ങനെ ഉണ്ടാവുമല്ലോ, അതാണ് ജിൻസ് ഹക്കീക്ക്. അത്തരത്തിലല്ലാതെ ഭൂമിയെ പെണ്ണായിട്ട് കണക്കാക്കുന്നു, ഭൂമി മാതാവി എന്നാണല്ലോ പറയാം. അപ്പോൾ അത്തരത്തിലുള്ളതിനാണ് മജാസി അല്ലെങ്കിൽ ഗൈർ ഹക്കീക്കി എന്ന് പറയാറുള്ളത്. അപ്പോൾ ഹക്കീക്കിയായ ഒരു കാര്യം, ഒരു പദം, അത് മുദക്കറിനെ എങ്ങനെ മുഅന്നസാക്കാം എന്നൊന്നും ശ്രദ്ധിക്കൂ. ജിസ് മുസക്കർക്ക് ആഖിർ യാ മൗജൂദ് ഹോ, ഏതൊരു മുദക്കറിൻ്റെ അവസാനത്തിലാണോ യാ ഉള്ളത് അതിനെ മുഅന്നസാക്കേണ്ടത് സ്കലിയെ അവസാനത്തെ ആ യാ എന്ന് കളഞ്ഞ ശേഷം നൂന്, നീ, അനി എന്ന് ചേർത്ത് കൊടുക്കുക. ഏതുപോലെ നൂൻ ചേർത്ത് കൊടുത്തതിന് ഉദാഹരണമാണ് ധോബി ദർസി, അഥവാ അലക്കുകാരൻ തുന്നൽക്കാരൻ എന്നത് മുഅന്നസാക്കൽ എങ്ങനെയാണ്, ധോബൻ ദർജൻ എന്നാണ്. നീ എന്ന് ചേർത്ത് കൊടുത്ത് മുഅന്നസാക്കിയത് നോക്കൂ, ഹാത്തി എലഫൻ്റ് മുദക്കറാണ്, ഹാത്തിനി പെണ്ണാണ്, എലഫൻ്റ് മുഅന്നസായ എലഫൻ്റ്. ഖത്രി എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗമാണ്, ആ വിഭാഗത്തിലെ പെണ്ണുങ്ങൾക്ക് എന്താ പറയുക, ഹിന്ദുക്കളിലെ ഒരു വിഭാഗമാണ്, ക്ഷത്രിയന്മാർ എന്നൊക്കെ പറയില്ലേ, അതായിരിക്കാം. അപ്പോൾ ഖത്രാനി അതാണ് അതിൻ്റെ മുഅന്നസ്. ഇനി മറ്റൊരു വകുപ്പാണ്, മറ്റൊന്നാണ് ഏത്, വേറൊന്ന് ശ്രദ്ധിക്കാനുള്ള എങ്ങനെയാണ്. ജിസ് മുസക്കർ ലഫ്സൊക്കെ ആഖിർമേ ഹർഫ് സ്വഹീഹായ ഹർഫാണ് അവസാനത്തിലുള്ളത്, ഇല്ലത്തിൻ്റെ ഹർഫല്ല. ഉസ്കി മുഅന്നസ് ബനാനയൊക്കെ ത്വരീക്ക മുന്ദർജ സൈൽ ഹെ, അതിൻ്റെ മുഅന്നസ് എങ്ങനെ എടുക്കാം എന്നുള്ളത് താഴെ പറയും പോലെയാണ്. അപ്പോൾ ഹർഫ് സ്വഹീഹായ ഹർഫ് എന്ന് പറഞ്ഞാൽ അലിഫോ വാവോ യാ ഓ അല്ലാത്ത സ്വഹീഹായ ഹർഫ് കൊണ്ട് അവസാനിക്കുന്ന ഒരു പദം, അതിന് മുഅന്നസാക്കേണ്ടത് എങ്ങനെയാണ്. ഹിരൻ കബൂത്തർ, അതിന് ഹിരനി കബൂത്തരി എന്ന് അവസാനം യാ ചേർത്തുകൊണ്ടാണ്. ഇതൊക്കെ പലതും സമാഇയാണ്, അഥവാ കേട്ട് മനസ്സിലാക്കി ലുഗത്തിൻ്റെ ആളുകളിൽ നിന്ന്, ഭാഷയുടെ ആളുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയത് ചില ഒരു ഖിയാസിയായിട്ടുള്ള ഒരു നിയമസംഹിതക്ക് കീഴിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് ഒറിജിനലി ഇത് മനസ്സിലാക്കേണ്ടത് ഭാഷയുടെ ആളുകൾ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഭാഷയുടെ ആളുകൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുഅന്നസ് ഇങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യാ ചേർത്തിട്ടാണ് ഹിരൻ കബൂത്തർ, ഹിരൻ എന്ന് പറഞ്ഞാൽ മാന്, കബൂത്തർ പറഞ്ഞാൽ പ്രാവ്, ഹിരണി കബൂത്തരി എന്ന് പറയാറുണ്ട്. ചിമാർ അതൊരു കുരുട്ട് പ്രാവ്, വേറൊരിതാണ്, പക്ഷിയാണ്. ചിമാറ് സിനാറ്, അതിന് അവസാനത്തിൽ നൂൻ ചേർത്തിട്ടാണ് ചിമാറ് സിനാറ്. ആയിൻ പണ്ഡിത്ത് നൗക്കർ, പണ്ഡിറ്റ് പറയാറില്ലേ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നൗക്കർ എന്ന് പറഞ്ഞാൽ സെർവൻറ്റ്, അതിൻ്റെ എങ്ങനെ മുഅന്നസാക്കുക, പണ്ഡിതായിൻ നൗക്കറായിൻ എന്നാണ്. ഷേർ എന്ന സിംഹം, ഷേർ ഉസ്താദ് ഡോക്ടർ, അതിന് അവസാനത്തിൽ നീ എന്ന് ചേർത്ത് കൊടുക്കാം. ഷേർ നീ പെൺസിംഹം, ഉസ്താദിനി, ഉസ്താദ് എന്നതിൻ്റെ മുഅന്നസ് എന്താണ്, ഉസ്താദിനി എന്നാണ്. അപ്പോൾ ഡോക്ടർ നീ എന്നാണ്, പെൺ ഡോക്ടർ എന്നതിന് പറയാം. അനി എന്ന് ചേർത്തെടുത്തിട്ടാണ് ദേവർ മഹദർ, ദേവറാനി മെഹ്തറാനി എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചേർത്തിട്ടാണ്, ഈ രൂപത്തിലൊക്കെയാണ് പൊതുവെ ജിൻസ് ഹക്കീക്കിയെ മുഅന്നസാക്കാൻ ഉപയോഗിക്കാറുള്ളത്. യാ ചേർത്ത് കൊടുക്കും, അവസാനത്തിൽ നൂന് ചേർത്ത് കൊടുക്കും, ആയിൻ എന്ന് ചേർത്ത് കൊടുക്കും, നീ അനി എന്നെല്ലാം ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ജിൻസ് ഗൈർ ഹക്കീക്കി അത് മുദക്കറായാൽ
അത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്കൊന്ന് ക്ലാസ് എടുക്കാം. മുഴുവനായിട്ട് നമ്മൾ പറയുന്നില്ല. उर्दू के वो अल्फाज जिनके आखिर में मुज़क्कर की ज़ाहिरी अलामत कुछ न हो और वो इसम वाहिद और जम्अ में यकसा रहते हों वो मुज़क्कर होते हैं. अथवा ഒരു ഗൈർ ഹഖീഖിയായ പദം അതിൻ്റെ അവസാനത്തിൽ ഇത് മുദക്കറോ മുഅന്നസോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളങ്ങളുമില്ല. അങ്ങനെയെങ്കിൽ ജിൻക ആഖിർ में മുസക്കർ की ज़ाहिरी അലാമത്ത് കുച്ച് നഹോ, അത് മുദക്കറാണോ മുഅന്നസാണോ എന്നതിന് തെളിയിക്കുന്ന ഒരു പ്രകടമായിട്ടുള്ള ഒരു അടയാളങ്ങളും ഇല്ല. ഓർ വോ ഇസ്മ വാഹിദ് ഓർ ജമ്മ യക്സാ രഹ്തേ ഹൈ, അത് മുദക്കറാണെങ്കിലും മുഅന്നസാണെങ്കിലും അത് വാഹിദാണെങ്കിലും ജം ആണെങ്കിലും ഒരുപോലെയാണ് അത് ഉപയോഗിക്കാറുള്ളത് എങ്കിൽ ആ ഒരു പദത്തെ നമ്മൾ മുദക്കറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന് പഹാഡ്, പർവ്വതങ്ങൾ എന്നതിനും പഹാഡിൻ്റെ പഹാഡി എന്ന് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉസ്താദെ അപ്പം പഹാഡോ എന്ന് പറയാറില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, വാവും നൂനും പഹാഡോ എന്ന് ചേർക്കുകയാണെങ്കിൽ പഹാഡോ മേ അല്ലെങ്കിൽ പഹാഡോ സേ എന്നുള്ള ഹുറൂഫെ റബ്ത്തുകൾ, പഹാഡോ കെ, പഹാഡോ കോ, പഹാഡോ പെർ എന്നുള്ള ഒരു ഹർഫെ റബ്ത്ത് ചേരുമ്പോൾ മാത്രമാണ് പഹാഡ് എന്നുള്ള പർവ്വതം എന്നർത്ഥത്തിനുള്ള പഹാഡ് അതുപോലുള്ള മറ്റു പദങ്ങൾ, വാഹിദ് തന്നെ ജം ആയിട്ടും ഉപയോഗിക്കുന്ന മറ്റു ധാരാളം പദങ്ങളുണ്ട്. അത്തരത്തിലുള്ള പദങ്ങളെല്ലാം ജം ആക്കുമ്പോൾ വാവും നൂനും മുത്ലഖൻ നിരുപാധികം ചേർക്കലല്ല, മറിച്ച് ഹർഫെ റബ്ത്ത് ചേരുമ്പോൾ മാത്രമേ വാവും നൂനും ചേർത്ത് ജമ്മാക്കാറുള്ളൂ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പഹാഡ് എന്നതിനെ മുത്ലഖൻ ജം, പഹാഡിൻ്റെ ജം പഹാഡ് എന്ന് തന്നെയാണ്. ദറഖ്ത് അതിൻ്റെ മരം, അതിൻ്റെ ജം ദറഖ്ത് എന്ന് തന്നെയാണ്. കോഷ്ത്, പിന്നെ അഖ്ബാർ, ഇതുപോലെ മറ്റു പല ഉദാഹരണങ്ങളും നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഗോഷ്ത് എന്ന് പറയുകയാണെങ്കിൽ, ഗോഷ്ത് എന്നാണെങ്കിൽ ഗാഫാണെങ്കിൽ അതിന് ഇറച്ചി എന്നാണ് അർത്ഥം. പിന്നെ അഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എന്നാണ് അർത്ഥം. ന്യൂസ് എന്നുള്ളത് ഇംഗ്ലീഷിലും ജമ്മാണല്ലോ സദാസമയത്തും. അത് വാഹിദും ജമ്മായിട്ടും ന്യൂസസ് എന്ന് ജമ്മാക്കൂലല്ലോ, വാഹിദും ജമ്മായിട്ട് ഒരേ രൂപത്തിൽ തന്നെയാണ്. ഇനി മറ്റൊന്ന് നോക്കാനുള്ളത്, ഉറുദു കെ വോ അൽഫാസ് ജിൻകെ ആഖിർ में യായ നിസ്ബത്തി മൗജൂദ് ഹോ വോ മുസക്കർ ഇസ്തിമാൽ കിയെ ജാത്തെ ഹൈ. അഥവാ ഒരു യായ നിസ്ബത്തി, ഇന്നാലിന ആള്, ഇന്നാലിന കുടുംബക്കാരൻ എന്ന് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കും. മലബാരി, ഹിന്ദുസ്ഥാനി, ജംഗിലി, ഷെഹരി. ജംഗിലി എന്ന് പറഞ്ഞാൽ കാടൻ, ഷെഹരി പറഞ്ഞാൽ നഗരവാസി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ മലബാരി എന്നുള്ള മലബാർകാരൻ എന്നുള്ള അർത്ഥത്തിൽ ചേർക്കുന്ന നിസ്ബത്ത് ഉണ്ടല്ലോ, അതെല്ലാം മുദക്കറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ധാത്തോ ഓർ ജോഹറാത്ത് കെ നാം ഭി മുസക്കർ ഹോത്തെ ഹെ. ധാതുക്കൾ, ഓരോ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്ത്, ഓരോ ഖനികൾ, അതുപോലെ മറ്റു മുത്തുകൾ, രത്നങ്ങൾ, അത്തരത്തിലുള്ള പേരുകളെല്ലാം മുദക്കറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. സോന, കോയില എന്ന് പറഞ്ഞാൽ കോള്, കൽക്കരി. ഹീറ എന്ന് പറഞ്ഞാൽ ഒരു മുത്താണ്, യാക്കൂത്ത്, മാണിക്യം വഗേറ, മറ്റുള്ള പല ഉദാഹരണങ്ങളും ഇത്തരത്തിലുണ്ട്. കൗമോ ഓർ ജമാഅത്തോं के नाम भी मुज़क्कर इस्तेमाल करते हैं. ഒരു സമുദായത്തിൻ്റെ പേര് അതും മുദക്കറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. മുസൽമാൻ, നസ്രാനി, ബ്രഹ്മൻ എന്നുള്ളത് പോലെ. അപ്പോൾ മുസൽമാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നസ്രാനി എന്ന് പറഞ്ഞാൽ ജ്യൂസ്, ക്രിസ്ത്യൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മണന്മാർ, അവരാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ജംഇയ്യത്തുൽ ഉലമ, അതൊരു സംഘമാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഇതൊക്കെ ഒരു കൗമ് അല്ലെങ്കിൽ ഒരു സംഘം, അതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പദങ്ങളൊക്കെ മുദക്കറായിട്ടാണ് ഉറുദുവിൽ പരിഗണിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന്, സിതാരോ കെ നാം ഭി മുസക്കർ ഇസ്തേമാൽ കർത്തേ ഹെ. നക്ഷത്രങ്ങളുടെ പേരും മുദക്കറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇതുപോലെ സുഹലി, മെരിയഹ്, ഷംസ്, ഖമർ, രാഹു, രാസ് വഗേറ. ഇതൊക്കെ ഓരോ നക്ഷത്രങ്ങൾ, ഷംസ്, ഖമർ, രാഹു, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും, ഓരോ നക്ഷത്രങ്ങളുടെ പേര്. പിന്നെ
ഇനി മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു 8-10 കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പീരീഡ് പറയാം. ഇതുവരെ എടുത്തതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക, ഓർത്തു വെക്കുക. ഇങ്ങനൊരു വസ്നിൽ വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് മുദക്കറായിരിക്കും, മുഅന്നസായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.